അപ്പോൾ നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാ? മലപ്പുറമാണ്. ആ നിങ്ങൾ കൊച്ചി ട്രിവാൻഡ്രം. ആ കൊച്ചി പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം ഇവിടുത്തെ എക്സ്പീരിയൻസ്. കോഴിക്കോട് എങ്ങനെ? കോഴിക്കോട് എങ്ങനെ? അടിപൊളിയാ, വൈബല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം ഇവിടുത്തെ. കേരഫിനിലെ എഴുത്തുകാരുടെ കുറെ എന്താ പറയാ സെഗ്മെന്റ്സ് കാണാൻ പറ്റി, അതിൽ പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഇതൊരു എല്ലാ വർഷവും ഇവിടെ നടക്കും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വർഷം വരാൻ പറ്റി. അനുഗ്രഹമായിട്ട്. ഓക്കെ താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ താങ്ക് യു ഇങ്ങനെ ഒരു ഇത് തന്നെ. ഓക്കെ, എൻ്റെ ഒരു വിപിൻ എന്നാണ്. ഓക്കെ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നമ്മുടെ അറബിക്കടയിൽ കോഴിക്കോടിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പുസ്തകോത്സവം. നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ചിലതൊന്ന് നോക്കിയേ. വാവ്, അതോ ഏട്ടൊന്നും പറയട്ടോ. ഞാനും പരിപാടിയുടെ കാത്തിക്കണത്. ഗംഭീരാണ് കേട്ടോ. ഗംഭീരം. ഇതാണ് പുസ്തകോത്സവം, പുസ്തകങ്ങളുടെ ലോകം. മറ്റൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമ്പന്മാരെ പൊളിക്കിട്ടാ. ആഹാ, നല്ല മനോഹരമായ കാഴ്ച. പലരും ഇവിടെ ഇന്ന് വളരെ ഡിസ്കഷൻ നടത്തുന്നുണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കും. ഇന്നിപ്പോൾ ഇത് പുസ്തകങ്ങളുടെ ലോകമായി മാറിയിരിക്കുകയല്ലേ നമ്മളെ കോഴിക്കോട് ബീച്ച്. അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിലെ പല കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിനോദസഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. KLF പരിപാടി ഇവിടെ ഷൂട്ട് ചെയ്തെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ആകാശയാത്ര ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ പറ്റി ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിന് ഞങ്ങൾ ഫാമിലി അടക്കം. അപ്പോൾ കൂടുതലായിട്ട് കോഴിക്കോട് ബീച്ച് വീണ്ടും കാണിച്ച് നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അതിന് തൊട്ടറിയാൻ പോകണം. KLFനെ കുറേ കുട്ടികളും യൂണിഫോം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എതിരുണ്ട്. അപ്പോൾ ഈ പുസ്തകോത്സവമാണ് അതിനെക്കുറിച്ച്. ഓക്കെ, KLFൻ്റെ ഇത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇത് മറ്റൊരു സംഭവം. ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്ന, ആ ചേട്ടനോട് ഞാൻ ഒന്ന് മാറിക്കാൻ പറഞ്ഞു. നല്ലൊരു ചേട്ടൻ നമുക്ക് അത് കണ്ടറിഞ്ഞ് മാറി തന്ന് കേട്ടോ. നമുക്ക് വിഷയമില്ല. ഓ പിന്നെന്താ, ജസ്റ്റ് ഹായ് പറഞ്ഞേക്ക്. എന്താ പറയാളേ ഇതിന്? എന്നാലും ഈ പരിപാടിയുടെ ഇതിന് പറയാനില്ലേ? ഫാന്റാസ്റ്റിക്കാണ്, അടിപൊളിയല്ലേ? എക്സ്പീരിയൻസ് എന്താ? മീൻസ് എന്താ ഈ പുസ്തകങ്ങളുടെ ലോകമൊക്കെ? ക്രൗഡാണ്. ബീച്ച് അടിപൊളി. നിങ്ങളുടെ സ്ഥലം എവിടെയാ? കോഴിക്കോട് തന്നെയാണ്. കുഴപ്പമില്ല. പുസ്തകങ്ങളൊക്കെ വായിക്കാറില്ലേ? അയ്യോ അമ്മോ, ഇതൊക്കെ അതിലേക്ക് വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ലല്ലോ. മറ്റൊരു നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് KLF ഓട്ടോറിക്ഷ. നമ്മുടെ കോഴിക്കോടിലെ ഓട്ടോറിക്ഷക്കാരുടെ കഥ അറിയില്ലേ? കോഴിക്കോട് ഓട്ടോറിക്ഷ എന്ന വല്ല സംഭവമാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് KLF ഓട്ടോറിക്ഷ. അല്ലെങ്കിൽ രസം ഇട്ടുണ്ടോ? നല്ല ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചു തരാം. എന്തായാലും
KLFിൻ്റെ പരസ്യം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 ഗംഭീരമാണ് കേട്ടോ. മറ്റൊരു കാഴ്ചയാണ് ആയിസ് മുളകളൊക്കെ കൂട്ടിയിട്ട് DC കിഴക്കേ മുറി. ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ വളഞ്ഞേക്കാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി വെക്കാം. ജസ്റ്റ് നമുക്കൊന്ന് പോയി വെക്കാം. നല്ല രസമുണ്ടല്ലേ സംഭവം, ഒരു വൈബ്. ഉള്ള സൂര്യാകാശവും അല്ല ചുവന്ന ഭൂമിയും എന്താ. ആഹാ, ഒരു നടന്നൊരു വൈക്ക് എത്തും മനുഷ്യൻ. അത് ഇവിടെ ഒക്കെ എങ്ങനെ ഉണ്ട്. ആഹാ, കാഴ്ചകളുടെ ലോകം KLF. ഇതെന്തായാലും നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇതെന്തായാലും നടത്തിയ ആൾക്കാർക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടത്തിയാൽ. ഞാൻ അവിടെ ബ്ലോക്കായോ? അല്ല, ബ്ലോക്കായിട്ടില്ല. ബ്ലോക്കായി. ജസ്റ്റ് തിരിഞ്ഞിട്ട് ഇന്ന് വേഗം നടക്കാം. ഓക്കെ 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 ഓക്കെ. ഇതെന്താ സംഭവം? എന്താ സംഭവം ഇപ്പോൾ മൈൻഡ് ചെയ്യാതെ പോയി. യു ആർ ടാസ്കിങ് ടു ഗോ ത്രൂ ഓൾ ദ ഡോട്ട്സ്. ഈ KLFിൻ്റെ ക്രൗഡാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതൊക്കെയാണ് നമ്മളിവിടെ എത്തിയത്. നേരത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അപ്പോൾ അവർ നല്ല ആരാക്കി. KLFിൽ വന്ന മറ്റൊരു കാഴ്ച കാണാം അല്ലേ, കണ്ണ് കാണാത്ത ഒരു അല്ലേ, കണ്ണ് കാണാത്തൊരു ഏട്ടനാണ്. ആ ഏട്ടന് വേണ്ടിയിട്ട് കടല വിറ്റ് അവിടെ യാചിക്കില്ല, കടല വിറ്റ് ജീവിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും തിരക്കാണ് കേട്ടോ ഇവിടെ. ഐസ്ക്രീമിൻ്റെ കടയിലൊക്കെ ആൾക്കാർ, ഭയങ്കര ക്രൗഡ്, ഭയങ്കര സംസാരം, വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. ഇത് ശരിക്കും വന്ന് കാണേണ്ട പരിപാടി തന്നെ കേട്ടോ. പറയാൻ കാരണം ഇവിടുത്തെ ക്രൗഡ്. നേരത്തെ ആ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ആ ഏട്ടൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം ക്രൗഡിൻ്റെ കുറിച്ചിട്ട്. അതൊരു പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെയാണ്. തൂലിക ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. സംവാദങ്ങൾ നടക്കുന്ന ഒരു വലിയൊരു ലോകമാണ് KLF. ഏതൊക്കെയോ വലിയ വലിയ ടീംസാണ് പോകുന്നത്. അതൊക്കെ ആർക്കറിയാം. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പോയി നോക്കാം. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം നോക്കാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് നീങ്ങുന്നു കേട്ടോ. നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ആക്കണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് കയറി നിൽക്കാം. അടുത്തോട്ട് കയറി നടത്തും. പിന്നെ ഞാൻ പറയണോണ്ടാണ്. ഓക്കെ, എന്നാ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് സംഭവം. മക്കളെ നമുക്ക് ഇത്ര മതി. കുറെ കാണിച്ചാൽ നമ്മൾ ആൾക്കാർ ലാക്കടിച്ച് ചത്തുപോകും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോണിക ഹെലൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിൻ്റെതാണ്. ഞാൻ അന്വേഷിച്ചതാണ് അറിഞ്ഞത്. TC ബുക്സിൻ്റെതാണ്. നല്ല തിരക്കാണ് അവിടെ. ടെൻഷൻ 15% ഡിസ്കൗണ്ടൊക്കെ പറയുന്നുണ്ട്. അടിപൊളി തിരക്കാണ് പുസ്തകത്തിൻ്റെ അല്ലേ. പുസ്തകം വായനയൊക്കെ നശിച്ചു വരുന്ന ലോകത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്.
അപ്പോൾ MT ഒരു ഫോട്ടോ ആണ് കാണിച്ചത്. MT ബന്ധപ്പെട്ട് നല്ല വലിയൊരു രാഷ്ട്രീയ ചർച്ച തന്നെ ഉണ്ടായി. അപ്പോൾ ആ രാഷ്ട്രീയ ചർച്ച കേരളം മൊത്തം ചർച്ചയായി. അപ്പോൾ ഇതിലൂടെ രാഷ്ട്രീയം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് MT ഒരു പുസ്തകത്തിൻ്റെ ഇവിടെ MT ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പലപ്പോഴും ഞാൻ പറയുന്ന സംഭവമാണ് ശില്പങ്ങളുടെ ഒരു കാര്യം പറഞ്ഞ് കേട്ട് ഇങ്ങനെ തന്നെ ചടയ്ക്കും. അപ്പോൾ ജസ്റ്റ് ഒരു നല്ലൊരു ഇത് കണ്ട് അപ്പോൾ കാണിച്ചിട്ടാണ്. നമ്മൾ വിദേശികളിങ്ങനെ കിടക്കാണ്ട് സംഭവമില്ലേ, അതാണ് ഒരു കുതിര. നല്ല രസമുണ്ടല്ലോ കാണാൻ, തന്നെ ഗംഭീരം. നേരത്തെ തോലിയാണെങ്കിൽ ഇപ്പോൾ അക്ഷരമാണ്, അക്ഷരം. ഇവിടെ ഇതുപോലെ സംവാദം നടക്കുന്നുണ്ട്. 7th എഡിഷൻ, 7ാമത്തെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ KLF-ൻ്റെതാണ് മുളരി പായസം, പാലട പായസം തുടങ്ങി ഒരുപാട് കുടുംബശ്രീൻ്റെ സംഭവമാണ്. അപ്പോൾ നല്ല ഫുഡ് കഴിക്കണ സ്ഥലം, എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അടുത്ത സെക്ഷൻ എഴുത്തോല. അവിടെ നല്ല ആൾക്കാരുണ്ട് അത്യാവശ്യം. നമ്മൾ കോഴിക്കോട് ഒരു പരിപാടി നടക്കുന്നതും ഇവിടെ നമ്മൾ വന്ന് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ അയ്യറാണ്. ബെന്യാമിൻ കളക്ടർ ദിവ്യാസ് അയ്യരും ബെന്യാമിനും തമ്മിലുള്ള സംവാദത്തിൻ്റെ പൂർണ്ണ രൂപം നമ്മളെ ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. നമുക്കറിയാമോ, നമ്മളെ എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള ഒരു വലിയൊരു ബന്ധമാണ് ഇവിടെ. അവർ തമ്മിലുള്ളൊരു അടുപ്പം, ഒരുപാട് ചർച്ചകൾ നടക്കുന്ന കോഴിക്കോട് ബീച്ച് ജസ്റ്റ് ഒന്ന് കണ്ടോളി. നേരത്തെ ഒരുപാട് ഇതിന് മുമ്പുള്ള വീട്ടിൽ കാണിച്ചതാണ്. പക്ഷേ എങ്കിലും കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഈ കോഴിക്കോട് ബീച്ചിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണാം. എന്തായാലും വന്നല്ലേ, ഇതാ നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. KLF-ൽ നമ്മളെ അടിപൊളി കാഴ്ച കണ്ടോക്കിയ. കോഴിക്കോട് ബീച്ച് ഭയങ്കര എന്താ പറയുക, ഇതൊരു എപ്പം വന്നെടുത്താലും ഇതിന് ഒരു പുതുമ ഉണ്ട് കേട്ടോ, അതാണ് ഒരു പ്രത്യേകത. KLF